വചനോദയം. ലൂക്കായുടെ വിശുദ്ധ സുവിശേഷം അധ്യായം 10, 1 മുതൽ 9 വരെയുള്ള തിരുവചനങ്ങൾ. അനന്തരം കർത്താവ് വേറെ 72 പേരെ തിരഞ്ഞെടുത്ത് താൻ പോകാനിരുന്ന എല്ലാ പട്ടണങ്ങളിലേക്കും നാട്ടിൻപുറങ്ങളിലേക്കും 2 പേരായി അവരെ തനിക്ക് മുമ്പേ അയച്ചു. അവൻ അവരോട് പറഞ്ഞു, കൊയ്ത്തു വളരെ, വേലക്കാരോ ചുരുക്കം. അതിനാൽ കൊയ്ത്തിന് വേലക്കാരെ അയക്കാൻ കൊയ്ത്തിൻ്റെ നാഥനോട് നിങ്ങൾ പ്രാർത്ഥിക്കുവിൻ. പോകുവിൻ, ഇതാ ചെന്നായ്ക്കളുടെ ഇടയിലേക്ക് കുഞ്ഞാടുകളെ എന്ന പോലെ ഞാൻ നിങ്ങളെ അയക്കുന്നു. മടിശീലയോ സഞ്ചിയോ ചെരിപ്പോ നിങ്ങൾ കൊണ്ടുപോകരുത്. വഴിയിൽ വെച്ച് ആരെയും അഭിവാദനം ചെയ്യുകയും അരുത്. നിങ്ങൾ ഏതു വീട്ടിൽ പ്രവേശിച്ചാലും ഈ വീടിന് സമാധാനം എന്ന് ആദ്യമേ ആശംസിക്കണം. സമാധാനത്തിൻ്റെ പുത്രൻ അവിടെ ഉണ്ടെങ്കിൽ നിങ്ങളുടെ സമാധാനം അവനിൽ കുടികൊള്ളും. ഇല്ലെങ്കിൽ അത് നിങ്ങളിലേക്ക് തിരിച്ചുപോരും. അവരോടൊപ്പം ഭക്ഷിക്കുകയും പാനം ചെയ്യുകയും ചെയ്തുകൊണ്ട് ആ വീട്ടിൽ തന്നെ വസിക്കുവിൻ. വേലക്കാരൻ തൻ്റെ കൂലിക്ക് അർഹനാണല്ലോ. വചന വിചിന്തനം. യേശുവിൻ്റെ മനുഷ്യത്വവും ദൈവീകതവുമാണ് ഇന്നത്തെ സുവിശേഷത്തിൽ വെളിവാക്കപ്പെടുന്നത്. ജനങ്ങളെ പഠിപ്പിച്ച് ക്ഷീണിതനായപ്പോൾ യേശു ശിഷ്യന്മാരോട് പറയുന്നു, നമുക്ക് അക്കരയ്ക്ക് പോകാം. യേശു ശിഷ്യന്മാരോടൊപ്പം വഞ്ചിയിൽ കയറിപ്പോകുമ്പോൾ ക്ഷീണിതനായി അമരത്ത് തലചായ്ച്ചുറങ്ങുകയാണ്. വലിയ കൊടുങ്കാറ്റോ ആഞ്ഞടിക്കുന്ന തിരമാലകളോ ഇരച്ചു കയറുന്ന വെള്ളമോ ക്ഷീണിതനായി ഉറങ്ങുന്ന യേശുവിനെ ഉണർത്തുന്നില്ല. ഇവ യേശുവിൻ്റെ മനുഷ്യത്വത്തിൻ്റെ വെളിപ്പെടുത്തലുകളാണ്. അതുപോലെ ശിഷ്യന്മാരാണ് യേശുവിനെ അക്കരയ്ക്ക് കൊണ്ടുപോകുന്നത്. ശിഷ്യന്മാരുടെ പേരുകൾ നൽകുന്നില്ലെങ്കിലും ശിഷ്യന്മാരിൽ കൂടുതലും മീൻപിടുത്തക്കാരാണ്. ഇവർക്ക് ഗലീലി കടലിനെ നന്നായി അറിയാം. എങ്കിലും അവർ ഭയഭ്രാന്തരാണ്. അതുകൊണ്ടവർ യേശുവിനോട് ഇപ്രകാരം ചോദിക്കുന്നത്, ഗുരു, ഞങ്ങൾ നശിക്കാൻ പോകുന്നു, നീ അത് ഗൗനിക്കുന്നില്ലേ? യേശുവിനോടൊപ്പം നടന്നിട്ടും ശിഷ്യന്മാർ യേശുവിൻ്റെ ശക്തിയെ തിരിച്ചറിയുന്നില്ല. അതുകൊണ്ട് യേശു ഉണർന്ന് കാറ്റിനെ ശാസിക്കുകയും കടലിനോട് അടങ്ങുക, ശാന്തമാകുക എന്ന് പറയുകയും ചെയ്തു. അങ്ങനെ സംഭവിക്കുകയും ചെയ്തു. യേശുവിൻ്റെ വാക്കുകളുടെ ശക്തിയാണ് ഇവിടെ പ്രകടമാക്കുന്നത്. യേശുവിലും അവൻ്റെ വാക്കുകളുടെ ശക്തിയിലും വിശ്വാസമുണ്ടെങ്കിൽ ഒരിക്കലും ജീവിതത്തിൽ ഭയപ്പെടേണ്ടതില്ല.